നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് 100 രൂപ നിങ്ങളെ പേടിഎമ്മിലേക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട, എല്ലാവർക്കും ഫ്രീ ആയിട്ട് മിനിമം 100 രൂപയെങ്കിലും കിട്ടും. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ മിനിമം 100 ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു 2 മിനിറ്റത്തെ പരിപാടിക്കാണ് ഈ ഒരു 100 രൂപ കിട്ടാൻ പോകുന്നത്. അതിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എങ്ങനെയാണ് ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് 100 രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ഓപ്ഷൻ വയ്ക്കുക, വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് മാക്സിമം പവർ കാണിക്കുക, അതേപോലെ തന്നെ കമൻറ്റും കൂടി ഒന്ന് പവർ ആക്കിയേക്കുക. ഓക്കെ, പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ലൂട്ട് ഓഫേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫുള്ള് പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ, ഏട്ടാ നമ്മുടെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് ചാറ്റർപേ എന്നുള്ളത് വെബ്സൈറ്റാണ്. അപ്പോൾ ചാറ്റർപേ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ഡൗൺലോഡല്ല, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്ക് പോയിട്ട് ഇവിടെ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നെയിം അടിക്കുക. പിന്നെ നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ ഇയർ ഓഫ് ബർത്ത് 1985 താഴോട്ട് വയ്ക്കുക. ഓക്കെ, 1980. പിന്നെ നമ്മുടെ പേര് ഒരു ഫീമെയിൽ നെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫീമെയിൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഇമെയിൽ, ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ പേടി നമ്പർ ആയിരിക്കണം. എന്നിട്ട് പിൻകോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൽഹിയിലെ പിൻകോഡ് ആയിരിക്കണം. ഡൽഹിയുടെ പിൻകോഡ് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഗൂഗിളിൽ കയറുക, ഗൂഗിളിൽ ഡൽഹി പിൻകോഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ ഡൽഹിയിലെ ഒരു പിൻകോഡ് കിട്ടും. അത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അത് ഡൽഹി സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൽഹിയിലെ പിൻകോഡ് ആവും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേടി നമ്പർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒരു OTP വരും. ആ OTP നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ വേണ്ട, OTP വരുന്നു, OTP നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നു, നമ്മൾ നേരെ വെബ്സൈറ്റിലേക്ക് കയറുന്നു. KYC ഒന്നും വേണ്ട, നമുക്ക് ക്യാഷ് കിട്ടാൻ KYC ഒന്നും വേണ്ട, നിങ്ങളുടെ പേടി നമ്പർ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ പേജിലേക്ക് പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ നേരെ കൊടുത്തുള്ള ഇത് വെച്ച് ലോഗിൻ ചെയ്ത് കയറുക. ലോഗിൻ ചെയ്ത് കയറിയ ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ 8% കംപ്ലീറ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ 0% ആയിരിക്കും. അപ്പോൾ നിങ്ങളത് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഫീമെയിൽ ആയിരിക്കണം കൊടുക്കുക. എല്ലാവരും ഫീമെയിൽ കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ മെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്ന് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പേരൊക്കെ മാറ്റി കൊടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ തട്ടിക്കൂട്ടി അങ്ങ് എഴുതുക, അടിച്ചങ്ങ് വിടുക. അത് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ചുമ്മാ ഞെക്കുക, നെക്സ്റ്റ് അടിക്കുക, ചുമ്മാ ഞെക്കുക, നെക്സ്റ്റ് അടിക്കുക. നമുക്ക് പെട്ടെന്ന് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. പ്രൊഫൈലിലൊന്നും ഒരു കാര്യമില്ല, പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം 100%. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതേപോലെ എല്ലാം ചെയ്തിട്ട് നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 വാക്യത്തിൽ ഉത്തരം അങ്ങ് വിടാം, നോട്ട് ദെയർ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് വിടുക. നിങ്ങൾക്ക് അറിയാമല്ലോ തട്ടിക്കൂട്ടി വിടാൻ. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൺട്രി ഇന്ത്യ തന്നെ കൊടുത്താൽ മതി, അത് മാറ്റിയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ എൻ്റെ 92% ഉള്ളൂ, നിങ്ങൾ 100% കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സർവേ വന്നിട്ടുണ്ടാകും. ഒരു സർവേ എന്ന് പറഞ്ഞാൽ 1000 പോയിൻറ്റ്സ് ആണ്. 1000 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 100 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 100 രൂപ ആലോചിക്കുക, 100 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് 100 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് സർവേ. അപ്പോൾ ഞാൻ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് സർവേയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സർവേ ഇവിടെ നമുക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർവേയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് വാച്ച് ഓർ ജ്വല്ലറി ഫീഡ്ബാക്ക് സർവേ. ഇതാണ് നമുക്ക് ഇവിടെ ആയിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ എൻഡ് വാച്ച് ഓർ ജ്വല്ലറി ഫീഡ്ബാക്ക് എന്നും പറഞ്ഞ് നമ്മൾ പോയിട്ട് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ തന്നെ നമുക്ക് സർവേസിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറേ ആൾക്കാർ എഴുതിയേക്കുന്ന അവർ കാണിച്ചു തരും. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു നല്ലത് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന ഏതാണോ അത് നമ്മളങ്ങ് കോപ്പി ചെയ്തങ്ങ് എടുക്കുക. അത് കോപ്പി എടുത്തിട്ട് കൊണ്ടുപോയി ഈ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പേസ്റ്റ് കൊടുക്കുക. പേയ്മെൻറ്റൊക്കെ കിട്ടും. കുറേ ആൾക്കാർ ഇതേപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് കുറേ പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും, ഷുവറാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യാം. സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് അഭിപ്രായം, വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളത് ഓക്കെ കൊടുക്കുക. ഓക്കെ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സർവേ റെസ്പോൺസ് അവർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അത് ഒരു അഡ്മിൻ വായിച്ച് നോക്കും. അപ്പോൾ നമുക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ക്വാളിഫൈ ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് അപ്പോഴേ ആ ഒരു 100 രൂപ നമ്മുടെ ഇതിനകത്തോട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഈ ഒരു വാലറ്റിനകത്തോട്ട്, ഈ ഒരു ചാറ്റർപേയുടെ വാലറ്റിനകത്തോട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് റെഫറൻ്റ് ആണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെർ റെഫർ നമുക്ക് 20 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരാൾ കയറുമ്പോഴത്തേക്കും അയാൾ സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 പോയിൻറ്റ്സ് വെച്ച് കിട്ടും. അതേപോലെ നമുക്കിവിടെ റെഡീം പോയിൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്. റെഡീം പോയിൻറ്റ്സിൻ്റെ അവിടെ 1000 പോയിൻറ്റ്സ് വരും. ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ 1000 പോയിൻറ്റ്സ് ആണെന്ന് വെച്ചാൽ 100 രൂപ. ഓക്കെ,
അപ്പോൾ ആ 1000 പോയിൻറ്റ്സ് അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിഡ്രോ വെച്ചെടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎമ്മിലോട്ട് കിട്ടും. പിന്നെ ഈ ഒരു അഡ്മിൻ ഇത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം എടുക്കും. ഓക്കെ, 10 ദിവസം, 10 അല്ലെങ്കിൽ 7 ദിവസം, ഒരാഴ്ച. ഓക്കെ, അപ്പം അതിനകം വെച്ച് ഇവർ ക്വാളിഫൈ ചെയ്യും. ഓക്കെ, ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഈ ഒരു വാലറ്റിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കയറി നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് പേടിഎമ്മിലേക്ക് വിഡ്രോ അടിച്ചെടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മേളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ച് ഇടുകയാണെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചയും ജസ്റ്റ് ചുമ്മാ കയറി നോക്കുമ്പോൾ സർവേസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് ആക്കിയിട്ട് ഓരോ സർവേക്ക് 100 വെച്ചിട്ട് പിന്നെ ഏൺ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മിനിമം 100 കിട്ടും, മാക്സിമം എത്രയാണ്. അപ്പോൾ ഒരു സർവേ ചെയ്താൽ 100 രൂപയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5-6 സർവേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്രയായി? ഒരു സർവേക്ക് 100 രൂപ വെച്ചിട്ട് 6 സർവേക്ക് 600 രൂപയായി. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മാക്സിമം ഇങ്ങനെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പം എല്ലാവരും പോയിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ആ സർവേ അങ്ങ് സബ്മിറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏത് സർവേ ആണോ വന്നിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് അവിടെ ഹെഡിങ് ഏതാണോ വന്നിട്ട് ആ ഹെഡിങ് അങ്ങ് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സബ്മിറ്റ് അടിക്കുക. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു അഡ്മിൻ ഇപ്പോൾ വായിച്ചു നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പേയ്മെൻറ്റ്, അതായത് ആ ഒരു 1000 പോയിൻറ്റ്സ് നിങ്ങൾ ആ ഒരു വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വിഡ്രോ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ഓപ്ഷൻ വയ്ക്കുക, അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. അടിപൊളി ലൂട്ട്സ് കിട്ടും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.